വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അന്ന് വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എപ്പോഴാട്ടോ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റിയത്, ലൈക്ക് ലോങ് വീഡിയോ ഒക്കെ ആയിട്ട്. കാര്യം ബിസി ആയിട്ടോ വേറെ പണിയുണ്ടായിട്ടോ ഒന്നുമല്ല, മടിയാണ്. കുറച്ച് ആൾക്കാർക്കെങ്കിലും അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. ഇന്നിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാം, അല്ലെങ്കിൽ സ്ലൈസസ് ഓഫ് മൈ ലൈഫ് എന്നൊക്കെ പറയാം. എനിക്ക് എല്ലാ ദിവസവും ഏകദേശം ഒരേപോലെ തന്നെ ആട്ടോ, അല്ലേ പ്രത്യേകിച്ച് വല്ല ചേഞ്ചസോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ എനിക്കിങ്ങനെ ഡോക്യുമെൻറ്റ് ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെ ഓരോന്ന് എടുക്കുന്നതേ ഉള്ളൂ. ഈ ബെഡ്ഷീറ്റില്ലേ, ഇത് ഞാൻ നാട്ടിൽ നിന്ന് ലുലുന്ന് വാങ്ങിച്ചാട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ വന്നേരം ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ വീഡിയോയിലുള്ളതിലും നല്ല രസമുണ്ട് കാണാൻ. നേരിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റിൽ ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡേ ഫ്രഷ് ആകുന്ന മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഹോം ബഡി ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി കോസി ആയി ബെഡിൽ തന്നെ ഇരിക്കാനാണ് തോന്നുക. അപ്പം നമ്മൾ ഡേ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആവാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. എനിക്ക് പൊതുവേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുക, സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക, അടുക്കി പെറുക്കി വെക്കുക എന്നൊക്കെ പറയുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ ഞാനിങ്ങനെ എപ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ട് എല്ലാം ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ചില ദിവസങ്ങളിൽ ഒന്നും ചെയ്യാൻ തോന്നാത്ത ടൈമും ഉണ്ട്. അത് ഡിപ്പെൻസ് ആണ്, അത് അങ്ങനെ തന്നെയാണ്. എല്ലാം കറക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം കേട്ടോ, അത് നല്ലതാണ്. ഇനിയിപ്പോൾ ചെയ്തിട്ടില്ല വെച്ചാലും അത് കുഴപ്പമൊന്നുമല്ല. നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മെല്ലെ മെല്ലെ ചേഞ്ചസ് വരുത്തിയാലും ചേഞ്ചസ് തന്നെയാണല്ലോ. അങ്ങനെയാണ് ഞാൻ എന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് പറ്റിയില്ല വെച്ചാൽ പറ്റിയില്ല, സാരമില്ല, നെക്സ്റ്റ് ഡേ ഉണ്ടല്ലോ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഡേ ബെറ്റർ ആക്കാം. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ പറ്റിയില്ല വെച്ചാൽ പിന്നെയും നെക്സ്റ്റ് ഡേ ഉണ്ടല്ലോ, ആ ദിവസം നമുക്ക് ബെറ്റർ ആക്കാം. പിന്നെ ഉണ്ടല്ലോ, സെപ്റ്റംബർ 10th നമ്മളെ സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ നാട്ടിലും ഇതുപടി ആയിരുന്നു. അപ്പോൾ ഈ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണ് നമ്മൾ ഒപ്പമുള്ളത്. അങ്ങനെ മിതു വാങ്ങിച്ചു തന്ന ഒരു ബാഗാണ് ഇത് ഗിഫ്റ്റായിട്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. കാര്യം എനിക്ക് ഇങ്ങനത്തെ വലിയ ബാഗും ചെറിയ ബാഗും എല്ലാ ബാഗും എനിക്കിഷ്ടമാണ്. പക്ഷേ ഞാൻ ഇവിടേക്ക് വരുമ്പോൾ അമ്മേൻ്റെ ബാഗാണ് പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത്. ഞാൻ മുന്നെപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേറൊരു ബാഗ് വാങ്ങണം എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ ബഹ്റൈനിലുള്ള R&Bന്നാണ് ഈ ബാഗ് വാങ്ങിച്ചത് കേട്ടോ. ഇപ്പോൾ വന്നപ്പോഴുള്ള അത്ര തന്നെ ചൂടില്ല കേട്ടോ. നമ്മൾ നിൽക്കുമ്പോൾ വലിയ ചൂട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈവനിങ് നടക്കാനൊക്കെ പോകാമെന്ന്. പക്ഷെ ഇത് വരാൻ ലേറ്റ് ആയതുകൊണ്ട് മിക്കവാറും പോകാൻ പറ്റലുണ്ടാവില്ല. ഇത് നമ്മുടെ കിച്ചണിലുള്ള വ്യൂ ആട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ഇവിടുന്ന് നോക്കിക്കാൻ. നൈറ്റായ ഒരു പ്രത്യേക രസമാട്ടോ പുറത്തേക്ക് നോക്കാൻ. ചൂടില്ല എന്നല്ല കേട്ടോ പറഞ്ഞത്. മുന്നൊക്കെ ഞാൻ വന്ന സമയത്ത് ഇതൊന്നും തുറന്നിട്ട് നിൽക്കാനേ പറ്റൂലായിരുന്നു, കാരണം ചൂട് കാറ്റടിക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഒന്ന് തുറന്നിട്ട് പുറത്തേക്ക് ഒന്നും നോക്കാൻ പറ്റുന്നുണ്ട്. നല്ല ഒരു കാറ്റൊക്കെ കിട്ടുന്നുണ്ട്. സാധാരണ ഞാൻ കോഫി ആട്ടോ ഉണ്ടാക്കാറ്. എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു ടൈമിലെങ്കിലും കോഫി കുടിക്കും. പക്ഷെ ഇന്നിപ്പോൾ എന്തോ ബൂസ്റ്റ് കണ്ടപ്പോൾ ബൂസ്റ്റ് ഉണ്ടാക്കാൻ തോന്നി. അങ്ങനെ ബൂസ്റ്റാണ് ഉണ്ടാക്കിയത്. ഒരുപാട് സീരീസും മൂവീസും കാണാൻ പെൻഡിങ് ഉണ്ടെങ്കിലും കണ്ട സീരീസ് തന്നെ കാണുന്നത് ഞാൻ മാത്രമായിരിക്കൂല അല്ലേ. അപ്പോൾ ഇതാട്ടോ കിച്ചണിലുള്ള വ്യൂ. നൈറ്റിൽ നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. Bye.